ഈ നോമിനേഷൻ പേപ്പർ ഫയൽ ചെയ്യുമ്പോൾ ഫോം നമ്പർ 26 ഇതിൻ്റെ കൂടെ ഒരു അഫിഡേവിറ്റിൽ അവരവരുടെ ക്രിമിനൽ റെക്കോർഡ്സ്, ക്രിമിനൽ കേസുകൾ വെളിപ്പെടുത്തണം. സ്വമേധായം അത് നിർബന്ധമാണ്. They have to give the details of all the criminal cases which they are facing right now. FIR ആണെങ്കിൽ FIR, പോലീസ് കേസ് ആണെങ്കിൽ പോലീസ് കേസ്, അത് അവർ ഈ അഫിഡേവിറ്റ് വഴി റിട്ടേണിംഗ് ഓഫീസറിൻ്റെ ഈ നോമിനേഷൻ ഫയൽ ചെയ്യുമ്പോൾ കൊടുത്തിരിക്കണം, നിർബന്ധമാണ്. കൊടുത്തതിന് ശേഷം 3 പ്രാവശ്യം പബ്ലിഷ് ചെയ്തിരിക്കണം, 3 പ്രാവശ്യം, ഫ്രം ദ ഡേറ്റ് ഓഫ് നോമിനേഷൻ ടിൽ ദ ഡേറ്റ് ഓഫ് പോളിംഗ്. ഈ ഇടയ്ക്ക് 3 പ്രാവശ്യം പ്രാദേശികമായിട്ടുള്ള പ്രധാനപ്പെട്ട പത്രങ്ങളിലും പിന്നെ ഈ വിഷ്വൽ മീഡിയം ടി വി ചാനൽസിലും 3 പ്രാവശ്യം. അതിൻ്റെ തെളിവ്, ഡോക്യുമെൻ്ററി എവിഡൻസ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യം റിട്ടേണിംഗ് ഓഫീസറെ അറിയിക്കാം. ഇതിൻ്റെ മുഴുവൻ ചിലവ് കാൻഡിഡേറ്റിൻ്റെ അക്കൗണ്ടിൽ പോകും. അത് അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫോർമാറ്റ് കൂടി അവർക്ക് തന്നിട്ടുണ്ട്. ചില അവരുടെ ആശങ്കകൾ ഉണ്ടായിരുന്നു ഇതിൽ. പക്ഷേ ഈ സുപ്രീം കോടതിൻ്റെ ജഡ്ജ്മെൻറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇതിൽ എന്തെങ്കിലും ഇളവ് കൊടുക്കാൻ പറ്റും. ബിക്കോസ് ദിസ് എ ന്യൂ ഇനിഷ്യേറ്റീവ്. സം ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ഫീലിംഗ് അൺകംഫർട്ടബിൾ. അവർക്ക് ഒരു ചെറിയ ഒരു എക്സ്പോസ്, അവരുടെ മുഖം പുറത്ത് ജനങ്ങൾക്ക് അറിയും അങ്ങനെ ചെയ്താൽ, വെളിപ്പെടുത്താൽ. അപ്പോൾ ചിലപ്പോൾ അവർ ഈ വെളിപ്പെടുത്താൻ മടിക്കും ചിലപ്പോൾ. പക്ഷെ മറ്റുള്ള ആൾക്കാർക്ക് അവരുടെ കേസിനെ പറ്റി അറിയുവാണെങ്കിൽ they will inform the returning officer. In that case the action will be taken. Why this is done? This is part of the electoral reforms. കാരണം കുറേ നാളായിട്ട് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. This is criminalization of the politics. Lot of criminals are entering into the various bodies. How to prevent them? Right now we can't prevent them to contest, because it is a settled law right now that unless and until a person is convicted, you cannot prevent him to contest. അതാണ് ഇപ്പോഴത്തെ പൊസിഷൻ. അപ്പോൾ കൺവിക്ഷൻ വരാറില്ല, വളരെ കുറവാണ് കൺവിക്ഷൻ. അപ്പോൾ സുപ്രീം കോടതി ഈ ലോ അവിടെ പാർലമെന്റിൽ ബില്ലുണ്ട്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഓക്കെ, കൺവിക്ഷൻ വരെ കാത്തിരിക്കേണ്ട, എന്തായാലും നിങ്ങൾക്ക് എതിരായിട്ട് എത്ര കേസാണ് അത് വെളിപ്പെടുത്തിയാൽ മതി. അറ്റ്ലീസ്റ്റ് ദിസ് വിൽ ബി എ small step in the right direction to reform the electoral process and to bring little bit purity in this process. What extent it will succeed, let us see. How many people honestly declare the cases, let us see. This is the first time. Maybe many of them may not disclose. They are in tendency of hiding. Why they will disclose? Sometimes they will hide it, but some people can bring it to the notice of the returning officer. So this is one of the things which I told them very clearly, and they have no option except to accept complying by this. ഞാൻ പറഞ്ഞ വേറെ ഓപ്ഷനേ ഇല്ല, നിങ്ങളത് കംപ്ലൈ ചെയ്തിരിക്കണം. അവസാനത്തെ പോയിന്റാണ് അവരോട് ഡൂസ് ആൻഡ് ഡോൺട്സ്. മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിൻ്റെ ഈ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഏത് കാര്യം അവർക്ക് ചെയ്യാൻ പറ്റും, ഏത് കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അവർ ഡൂസ് ആൻഡ് ഡോൺട്സിൻ്റെ ഇത് ഞാൻ കോപ്പി തന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് ഉണ്ടായിരുന്നു, അത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 4-5 പോയിന്റ്സ് അവരോട്. ഈ വെളിച്ചത്തിലാണ് ഇത് അവർ ചെയ്തത്. ആദ്യത്തെ പോയിന്റാണ് നോ അപ്പീൽ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ് ഓർ കമ്മ്യൂണൽ ഫീലിംഗ്സ് ഓഫ് ദ ഇലക്ടേഴ്സ് ഷുഡ് ബി മേഡ്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ് ഏജ് പെർ ദി മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. രണ്ടാമത്തെയാണ് നോ ആക്ടിവിറ്റി വിച്ച് മേ അഗ്രിവേറ്റ് എക്സിസ്റ്റിംഗ് ഡിഫറൻസസ്. നിലവിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ശത്രുതയോ കൂടുതൽ വഷളാക്കാൻ വേണ്ടി ശ്രമിക്കാൻ പാടില്ല. ഓർ ക്രിയേറ്റ് മ്യൂച്വൽ ഹേട്രേഡ്, പരസ്പര വിദ്വേഷം, പരസ്പര ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യം ചെയ്യരുത്. മൂന്നാമത്തെ ഓർ കോസ് ടെൻഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് കാസ്റ്റ്സ്, കമ്മ്യൂണിറ്റീസ്, റിലീജിയസ്, ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്സ്, etc. They should not do any activity which aggravates the law and order problem or any of the problem. നാലാമത്തെ പോയിന്റാണ് നോ യൂസ് ഓഫ് ടെമ്പിൾസ്, മോസ്ക്സ്, ചർച്ചസ്, ഗുരുദ്വാര or any place of worship for election propaganda, including speech, poster, music or electioneering, etc. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇതാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ നമ്മുടെ ഈ 1951 റിപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ ആദ്യത്തെ പോയിന്റ് ഇത് തന്നെയാണ്.
anybody using religion, caste, community or provoking the feeling is a corrupt practice. It will be considered as a corrupt practice as per the section 123A of the Representation of People's Act. മറ്റേതവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ദിസ് ഇലക്ഷൻ പ്രോസസ് ഈസ് എ സെക്യുലർ പ്രോസസ്. ഒരു മതേതര ഒരു പ്രക്രിയയാണ് ഇത് സുപ്രീം കോടതിന്റെ ഒരു ജഡ്ജ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. അഭിരാം കേസിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവർക്കും അഭിരാം സിംഗ് വിധി, അഭിരാം സിംഗിന്റെ ജഡ്ജ്മെന്റ് ആണ് 2017. അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് nobody should use the religion, caste or communities or other things to provoke the feeling of the people, and they have very clearly said that election പ്രക്രിയ ഒരു സെക്യുലർ പ്രോസസ് ആണ്. ഈ മതേതര സ്വഭാവത്തെ ഡിസ്റ്റർബ് ചെയ്യാനോ ഇത് തകർക്കാനോ ഇതിൽ കോട്ടം വരുത്താൻ ശ്രമിക്കുന്ന ഏതൊരു അറ്റംപ്റ്റ്, ഏതൊരു സ്പീച്ച്, ഏതൊരു ആക്ട്, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി വയോലേഷൻ ഓഫ് ദി മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. ഇതൊക്കെ കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവരോട് ഞാൻ വേറെ കാര്യം പറഞ്ഞത്, അവർ തന്നെ ഉണ്ടാക്കിയ ഒരു മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ആണ് ഇത്. ഇറ്റ് ഈസ് ഹാവിംഗ് നോ ലീഗൽ ഫോഴ്സ്. ലീഗൽ സാങ്ക്ടിറ്റി ഇല്ലെങ്കിലും it has tremendous moral force, ethical force, because this was adopted unanimously by the political parties. അപ്പോൾ ഇത് പാലിക്കാനോ ഇത് നടപ്പിലാക്കാനുള്ള വലിയ ചുമതല അവർക്കാണ് ഉള്ളത്. അത് ഞാൻ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു. കാരണം മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഈസ് ജസ്റ്റ് ലൈക്ക് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസ് ഓഫ് ദി സ്റ്റേറ്റ് പോളിസി which are non-foreseeable. You cannot challenge in the court. Like model code of conduct is also like that, but it has got a tremendous moral force. ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നടപ്പിലാക്കാൻ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഉണ്ട്. അപ്പോൾ അത് അവർക്ക് തള്ളിക്കളയാൻ ഇത് പറ്റത്തില്ല. അവർ ബാധ്യസ്ഥരാണ്. അവർ പാലിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയോലേഷൻ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നാൽ അത് തീർച്ചയായിട്ടും ശക്തമായിട്ട് നടപടി എടുക്കും. മുഖം നോക്കാതെ നടപടി എടുക്കും. ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുടെ നിഷ്പക്ഷതയും ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരു ഉദ്യോഗസ്ഥന്റെ പറ്റി എന്തെങ്കിലും ഒരു പരാതി വന്നാൽ അത് ശക്തമായിട്ട് നടപടി എടുക്കും. ഏഷ്യൻ ആർക്ക് ഇന്റീരിയർ ആൻഡ് ഫർണിച്ചർ, മാതൃഭൂമിക്ക് സമീപം, പാലത്തറ, കോട്ടയ്ക്കൽ. കസ്റ്റമർ കെയർ 9745333833. ഏറ്റവും കുറഞ്ഞ ചിലവിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ഏഷ്യൻ ആർക്ക് ബിൽഡേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ്, കോട്ടയ്ക്കൽ.